ഹലോ. നമുക്ക് ഈ PM ശ്രീ വിഷയത്തിന്റെ ഒരു ക്രോണോളജി നോക്കിയാലോ? നമുക്കൊരു 2018 തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതായത് 2018 സമഗ്ര ശിക്ഷ എന്ന് പറഞ്ഞ ഒരു സ്കീം സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. ഇതിനു മുമ്പുണ്ടായ സർവ്വ ശിക്ഷാ അഭിയാൻ പോലത്തെ മൾട്ടിപ്പിൾ സ്കീംസ് ഒന്നിച്ചാക്കിയിട്ടാണ് സമഗ്ര ശിക്ഷ വരുന്നത്. ഈ സ്കീമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നാട്ടിലെ പബ്ലിക് എഡ്യൂക്കേഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു 60% സെൻട്രൽ ഗവൺമെന്റ് തരും, 40% സ്റ്റേറ്റ് ഗവൺമെന്റ്സ് കൊടുക്കണം. 2020 NEP വരുന്നത്. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മൊത്തത്തിൽ ഒരു ഹോളിസ്റ്റിക് ചേഞ്ചസ് കൊണ്ടുവരിക, അതിന്റെ സിലബസ് മാറ്റുക, ടീച്ചിങ് മെത്തേഡ് മാറ്റുക, ഇതൊക്കെയാണ് NEPന്റെ ഉദ്ദേശം. 2022 PM ശ്രീ എന്ന് പറഞ്ഞ പുതിയ സ്കീം എന്ന് പറയുന്നത്. PM ശ്രീന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ, അങ്ങനെ എന്തോ ആട്ടെ. അപ്പൊ ഈ സ്കീമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സെലക്ടഡ് ലിസ്റ്റ് ഓഫ് സ്കൂൾസ് എടുത്തിട്ട് ആ സ്കൂളിലേക്ക് ഈ NEP ഇംപ്ലിമെന്റ് ചെയ്യും. അതായത് അതൊരു മോഡൽ സ്കൂളായിട്ട് നാട്ടിലുള്ള ബാക്കി സ്കൂൾസിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് മോഡൽ സ്കൂൾസ് ഉണ്ടാകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് തരും. ഇതാണ് PM ശ്രീ. ഈ PM ശ്രീ സ്കീമിനോട് നമ്മുടെ ലെഫ്റ്റ് പാർട്ടീസിന് ഒരു എതിർപ്പുണ്ട്. പക്ഷെ കോൺഗ്രസിന് ഇതിന് എതിർപ്പുണ്ടതായിട്ട് എവിടെയും കാണുന്നില്ല. കാരണം 2022 തൊട്ട് കോൺഗ്രസ് റൂളിംഗ് സ്റ്റേറ്റ്സ് ഇത് അപ്പൊ തന്നെ അഡോപ്റ്റ് ചെയ്തു. അത് തെളിയിക്കുന്നുണ്ട് ഇവർക്ക് ഒരിക്കലും ഇതിനൊരു എതിർപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ലെഫ്റ്റ് പാർട്ടീസിന് എതിർപ്പുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. 2025 ആകുമ്പോഴേക്ക് നമ്മൾ ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെന്റ് പ്രത്യേകിച്ച് ഈ ഫെഡറൽ സ്ട്രക്ചറിലൊന്നും വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവർ പറയാണ് ഈ PM ശ്രീയിൽ ഒപ്പിട്ടില്ലെങ്കിൽ സമഗ്ര ശിക്ഷാ സ്കീം ഉണ്ടല്ലോ അതില് തരേണ്ട പൈസ പോലും തരില്ല. എന്നാലും പറഞ്ഞു ഇല്ല, നമ്മൾ നടത്തൂല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. 2025 ഒക്ടോബർ വരെ പിടിച്ചു നിന്നു. പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട്. ബാക്കിയുള്ള സ്റ്റേറ്റ് പോലെ ഒന്നല്ല കേരളത്തിൽ പബ്ലിക് എഡ്യൂക്കേഷൻ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് നല്ല ചെലവുണ്ട്. അപ്പൊ അതിന്റെ പൈസ ആവശ്യം വരും. നമ്മളിത് ഒപ്പിടാന്ന് പറഞ്ഞു ഒരു MOU മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പിട്ടു. എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് സമഗ്ര ശിക്ഷയിൽ കിട്ടേണ്ട ഒരു 90 കോടി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് വാങ്ങിയിട്ടുണ്ട്. LDFന്റെ ഇന്റേണലിൽ തന്നെ ഇതിലൊരു കോൺഫ്ലിക്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്റ്റ് ഇൻ അബയൻസ്. ഇതിൽ അപ്പോഴേക്ക് കോൺഗ്രസ് ആയിരിക്കും ഭയങ്കര ഇതിനെതിരെയുള്ള നിലപാട് വന്നു. ലീഗുകാർ പറഞ്ഞു ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ലീഗുകാർ പറയുന്നത് പിന്നെ മനസ്സിലാക്കാം. പോളറൈസിംഗിലേക്ക് കാര്യങ്ങൾ പോയി. സമഗ്ര ശിക്ഷയിൽ കിട്ടേണ്ട പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അത് തരാത്തോണ്ടാണ് ഒപ്പിട്ടതെന്നുള്ള കാര്യം ആരും സംസാരിച്ചില്ല. അപ്പൊ പറഞ്ഞു CPM സംഘപരിവാർ ഡീല്, ജോൺ ബ്രിട്ടാസ് പാലെന്നൊക്കെ പറഞ്ഞ് അതൊരു ലീഡിംഗ് കോസ് ആയിക്കൊണ്ട് തന്നെ നമ്മൾ LDF ഗവൺമെന്റ് തോറ്റു. ഇനി UDF ഗവൺമെന്റ് ഭരണത്തിൽ വന്നു. ഇവർക്ക് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അപ്പൊ തന്നെ ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പോരെ. ഞാൻ ഇപ്പോഴും നടത്തിയെന്ന് പറയുന്നില്ല, ഇവരിപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് അറിയാം, കാരണം ഇത് ഒപ്പിട്ടില്ലെങ്കിൽ ബാക്കി ഫണ്ട് വരില്ല, ബാക്കി ഫണ്ട് വന്നില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കൂല എന്നുള്ള കാര്യം ഇവർക്ക് അറിയാം. എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം, PM ശ്രീ ഒപ്പിടുക, എന്നിട്ട് അതിന് കിട്ടേണ്ട പൈസ വാങ്ങിയെടുക്കുക. ബാക്കി അവർ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്ന അജണ്ടയെ വിൽ പവർ ഉള്ള ഗവൺമെന്റ് ആണെങ്കിൽ അതിന് പുഷ് ബാക്ക് ചെയ്യാൻ പറ്റും. വിൽ പവർ ഉണ്ടാവണം. പക്ഷെ ഒരു തോട്ട് പ്രോസസ് ഉണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് നോളജ് വെച്ച് ഞാൻ പറയാം, ഇത് പുഷ് ബാക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. UDF ഇപ്പൊ ചെയ്യേണ്ടത് അപ്പോളജൈസ് ടു ദ കേരള പബ്ലിക്. നാട്ടിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയതിന് അപ്പോളജൈസ്, എന്നിട്ട് പോയിട്ട് ഒപ്പിടുക, പൈസ വാങ്ങുക, എന്നിട്ട് വിൽ പവർ ഉണ്ടെങ്കിൽ പുഷ് ബാക്ക് ചെയ്യുമെന്ന് കാണിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. താങ്ക് യു.